സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ ആബിഭ്യോന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് ഭഗവാന്റെ ഉപദേശം അതായിരുന്നു കഴിഞ്ഞ തവണ. അത് മാസ്റ്റർ മഹാശയനിലൂടെ, അത് മാസ്റ്റർ മഹാശയൻ്റെ സാന്നിധ്യത്തിൽ, അത് മാസ്റ്റർ മഹാശയനോട് പറയുന്ന കാര്യങ്ങളാണ്. ഗൃഹസ്ഥാശ്രമികൾ അനുഷ്ഠിക്കേണ്ട പ്രധാന ധർമ്മങ്ങൾ അല്ലെങ്കിൽ ജീവിതചര്യകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഉപദേശിക്കുന്ന ആ ഭാഗം വായിച്ചപ്പോഴാണ് യാദൃച്ഛികമായി ഇന്ന് ഒരു ഡോക്ടറുടെ വിശേഷം വായിക്കാനിടയായത്. അപ്പോൾ അതിനിടയ്ക്ക് കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ തുടർച്ചയല്ല, എന്നാൽ അതിനോട് അല്പം ബന്ധമുള്ളതാണ്. ഒരു ഗൃഹസ്ഥാശ്രമിയോട് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥാശ്രമി ഇടപെടേണ്ടത് എന്ന് അനുഭവജ്ഞാനമുള്ള ഒരു ഡോക്ടറുടെ കാര്യം കൂടെ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ സംബന്ധിക്കുന്നതാണ് ഇന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൃഹസ്ഥാശ്രമി എന്തു കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക? ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഏത് കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ചോദ്യം. അപ്പം തീർച്ചയായും അത് ധനം സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക എപ്പോഴും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് മാത്രമാണ് ലക്ഷ്യമാകുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പ്രശ്നത്തിലേക്കാണ് ഈ ഡോക്ടറുടെ കഥ, ഭഗവാനുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടറുടെ കഥ വരുന്നത്. ഈ കാക്കുർഗാച്ചി, നമ്മൾ നേരത്തെ ഈ കാക്കുർഗാച്ചി യോഗോദ്യാനത്തെക്കുറിച്ച് പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാമചന്ദ്ര ദത്തയാണ് അവിടെ ഉള്ളത്. ഭഗവാന്റെ അടുത്ത് ആദ്യം വന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് രാമചന്ദ്ര ദത്ത. അപ്പോൾ രാമചന്ദ്ര ദത്തയുടെ കഥ പറഞ്ഞ സമയത്ത് നമ്മളിത് പറഞ്ഞതാണ്. കാക്കുർഗാച്ചി ആശ്രമത്തിൻ്റെ യോഗോദ്യാനം, അതിൻ്റെ കഥ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം ആ സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോൾ ചിതാഭസ്മത്തിൽ ഒരു അംശം ഈ കാക്കുർഗാച്ചി യോഗോദ്യാനത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു ഭാഗം ശശി മഹാരാജ്, രാമകൃഷ്ണാനന്ദ സ്വാമികൾ ശശി മഹാരാജ് അത് എടുത്തുകൊണ്ടുപോയി ബാരാനഗറിൽ സൂക്ഷിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഭഗവാന്റെ ചിതാഭസ്മത്തിൻ്റെ ഒരു അംശം സൂക്ഷിക്കപ്പെട്ട സ്ഥലം എന്നുള്ള നിലയിൽ യോഗോദ്യാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഈ കാക്കുർഗാച്ചി യോഗോദ്യാനത്തിലേക്ക് പിന്നീട് ധാരാളം ഭക്തന്മാർ, ഭഗവാന്റെ പിന്നീട് കേട്ടറിഞ്ഞു വന്ന ധാരാളം പേരൊക്കെ ഈ കാക്കുർഗാച്ചി യോഗോദ്യാനത്തിലേക്ക് വരിക പതിവാണ്. അങ്ങനെ 1898 ഓഗസ്റ്റ് 7 കാക്കുർഗാച്ചിയിലെ ഒരു സത്സംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് എങ്ങനെയാണോ സത്സംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എങ്ങനെയാണോ ഭക്തന്മാർ ഒന്നിച്ചു കൂടിയിരുന്നത്, ആ ഓർമ്മകൾ പുതുക്കുക എന്നുള്ളൊരു ആ ഓർമ്മകളിലാണ് ഈ കാക്കുർഗാച്ചിയിലെ ഈ യോഗോദ്യാനത്തിലും ഞായറാഴ്ചകളിൽ ഭക്തന്മാർ ഒത്തുകൂടുന്നത്. അങ്ങനെ ഒത്തുകൂടിയ ഒരു സന്ദർഭത്തിൽ, അതായത് 1898 ഓഗസ്റ്റ് 7 ഒരു വ്യക്തി, ഒരു ഡോക്ടർ കടന്നു വരികയാണ്. അപ്പോൾ രാമചന്ദ്രദത്ത ആളെ കണ്ടതും അത്ഭുതപ്പെട്ടു പോയി. കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഡോക്ടറെ രാമചന്ദ്രദത്ത കാണുന്നത്. അബ്ദുൾ വാജിജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അബ്ദുൾ വാജിജ്. അപ്പോൾ ഈ അബ്ദുൾ വാജിജിൻ യോഗോദ്യാനത്തിൽ ഉണ്ടായിരുന്നവർ അബ്ദുൾ വാജിജിനെ സ്വീകരിച്ചു. എന്നിട്ട് അവിടെ വന്ന്
ഭഗവാന്റെ ചിതാഭസ്മം ഇരിക്കുന്ന ശ്രീകോവിലിൽ വന്ന് വാജിജ് തൻ്റെ ചെരുപ്പും സോക്സും വരെ ഊരി വച്ചിട്ട് 3 പ്രാവശ്യം ദണ്ഡനമസ്കാരം നടത്തി. 3 പ്രാവശ്യം. എന്നിട്ട് അബ്ദുൾ വാജിജ് അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അവിടെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന അടുത്ത് വന്ന് ധാരാളം കണ്ണീരിങ്ങനെ തോരാതെ കണ്ണിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം വളരെ വികാരപരമായിപ്പോയി. അവരാരും ഈ അബ്ദുൾ വാജിജിനെ മുമ്പ് കണ്ടിട്ടേയില്ല. അപ്പോൾ രാമചന്ദ്ര ദത്ത വാജിജിനെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി, അതിനുശേഷം അവിടെ കൂടിയിരുന്നവരോട് പരിചയപ്പെടുത്തി. എന്നിട്ട് രാമചന്ദ്ര ദത്ത വാജിജിനോട് പറഞ്ഞു, ഭഗവാനെക്കുറിച്ചുള്ള അനുഭവം ഇന്ന് ഇവരോടൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വാജിജിൻ്റെ പ്രത്യേകത, ഈ ഡോക്ടർ വാജിജ്, അബ്ദുൾ വാജിജ് ഡോക്ടർ സർക്കാരിൻ്റെ കീഴിൽ പഠിച്ചിരുന്ന ആളാണ്, മഹേന്ദ്രലാൽ സർക്കാരിൻ്റെ. അപ്പോൾ സർക്കാരാണല്ലോ ഭഗവാനെ ചികിത്സിച്ചിരുന്നത്. അപ്പോൾ ആ സർക്കാരിൻ്റെ കീഴിൽ പഠിക്കുകയും അതേ ഡിസ്പെൻസറിയിൽ ഹോമിയോപ്പതി, ഈ ഡോക്ടർ സർക്കാരിൻ്റെ കീഴിൽ ഹോമിയോപ്പതിയാണ് പഠിച്ചത് ഈ വാജിജ്. അപ്പോൾ വാജിജ് അലോപ്പതി ഡോക്ടർ കൂടിയാണ്. ഈ ഡോക്ടർ സർക്കാരിൻ്റെ കീഴിലാണ് ഹോമിയോപ്പതി പഠിച്ചത്. അങ്ങനെ ആ ഡിസ്പെൻസറിയിൽ കുറേ കാലം ഭഗവാന് സുഖമില്ലാതെ കാശിപ്പൂർ ഗാർഡനിൽ ചികിത്സയിലായിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം, ശ്യാംപുക്കൂറിലൊക്കെ ചികിത്സയിലായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 85 മുതൽ ഈ ഡോക്ടർ അബ്ദുൾ വാജിജ് ഈ സർക്കാരിൻ്റെ ഡിസ്പെൻസറിയിലുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അന്ന് നേരിട്ട് ഭഗവാനെ കാണാനായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ അസുഖ വിവരങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കുകയാണ് വാജിജിന് ഒരു ആഗ്രഹം തോന്നുന്നത്. ഇങ്ങനെ ഈ ഡോക്ടർ സർക്കാർ വരുമ്പോൾ വിവരങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ചികിത്സ നടക്കുന്നതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ വാജിജിൻ്റെ ഉള്ളിലൊരു തോന്നൽ, ഈ വ്യക്തി ആരാണ്? ഈ വലിയ മഹത്വപൂർണ്ണമാണെന്ന് എല്ലാവരും വാഴ്ത്തുന്ന, അല്ലെങ്കിൽ ഈശ്വരതുല്യം എല്ലാവരും വാഴ്ത്തുന്ന ഈ വ്യക്തി ആരാണ്? അന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ഈ രാമചന്ദ്ര ദത്തയോടാണ് പറയുന്നത്, എനിക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് രാമചന്ദ്ര ദത്തയാണ് ഈ വാജിജിനെയും കൊണ്ട് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഈ കാണാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചികിത്സക്കായി കൽക്കട്ടയ്ക്ക് പോയിട്ടില്ല, പോകുന്നതിന് തൊട്ട് മുമ്പാണ്. പക്ഷേ ഈ ചികിത്സാ സംബന്ധമായ, അസുഖ സംബന്ധമായ, തൊണ്ടയിലെ വേദന സംബന്ധമായ കാര്യങ്ങളെല്ലാം വളരെ കൂടിയിരിക്കുന്നൊരു സന്ദർഭം. ശ്യാംപുക്കൂറിലേക്ക് പോയിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. ശ്യാംപുക്കൂറിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു സന്ദർഭത്തിലാണ്. അപ്പോൾ കാണാനായിട്ട് ദക്ഷിണേശ്വരത്താണ് ചെല്ലുന്നത്. ദക്ഷിണേശ്വരത്ത് ചെന്നപ്പോൾ അതിരാവിലെ, അപ്പോൾ രാമചന്ദ്ര ദത്തയോട് പറഞ്ഞിരുന്നു ഒന്ന് കാണാൻ അവസരം ഉണ്ടാക്കണമെന്ന്. എന്നാൽ ഈ ചെല്ലാം എന്ന് പറഞ്ഞിരുന്ന ദിവസം അതിരാവിലെ, സാധാരണ ഉണരുന്നതിനേക്കാളും വളരെ മുമ്പ്, ഏതാണ്ട് വെളുപ്പിനെ 4 മണിക്ക് മുമ്പേ എന്നാണ് പറയുന്നത്. വെളുപ്പിനെ 4 മണിക്ക് മുമ്പേ ഈ അബ്ദുൾ വാജിജ് ഉണർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല. അവസാനം അബ്ദുൾ വാജിജ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ വളരെ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് രാമചന്ദ്ര ദത്തയുടെ വീട്ടിലെത്തുന്നത്. വെളുപ്പിനെ രാമചന്ദ്ര ദത്ത അവർ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ പോകണം എന്നുള്ള ആ വെളുപ്പിനെ തന്നെ പോകണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ രാമചന്ദ്ര ദത്തയുടെ കൂടെ ആ വെളുപ്പിനെ തന്നെയാണ് ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ ഭഗവാൻ പ്രഭാത കൃത്യങ്ങൾക്കായിട്ട് പോയ സന്ദർഭത്തിലാണ്. അതിന് ഭഗവാൻ തിരിച്ചു വന്നു. അത് തിരിച്ചു വന്നിട്ട് വന്ന സമയത്ത് രാമചന്ദ്ര ദത്ത ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ വാജിജ് മനസ്സിൽ കരുതി അദ്ദേഹത്തിന് വണങ്ങാൻ പറ്റില്ല, അതായത് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാരുടെയും മുമ്പിൽ താൻ തൊഴുകയില്ല എന്ന് ഒരു മതപരമായ വിശ്വാസമുള്ളതുകൊണ്ട് അബ്ദുൾ വാജിജ് ഭഗവാന്റെ മുമ്പിൽ തൊഴാതെ നിന്നു. ഈ സന്ദർഭത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭഗവാൻ അബ്ദുൾ വാജിജിനെ തൊഴുതു. അതോടുകൂടി അബ്ദുൾ വാജിജിന് അങ്ങനെ ചെയ്താൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അബ്ദുൾ വാജിജും
തിരിച്ച് ഭഗവാനെ വണങ്ങി. എന്നിട്ട് അകത്ത് കയറി. അപ്പോൾ അബ്ദുൾ വാജിദിനെ സംബന്ധിച്ച് ഭഗവാനോട് അങ്ങനെ പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല. എന്നാൽ ഒരു സംശയാസ്പദമായ ഒരു അവസ്ഥ ഉണ്ടേനും. അങ്ങനെ മുറിയിലേക്ക് കയറി. മുറിയിൽ ചെന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പാ വിരിച്ച് ഇങ്ങനെ മാറ്റി വിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ മാറ്റി വിരിച്ചിട്ടപ്പോൾ അബ്ദുൾ വാജിദ് വിചാരിച്ചു ഭഗവാൻ ബ്രാഹ്മണനാണ്, അപ്പോൾ താനൊരു മുസൽമാനാണ്, അപ്പോൾ അടുത്തിരിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ അകത്തിയിട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിനും അത്തരം മതപരം അല്ലെങ്കിൽ ജാതീയമായ ചിന്തകളൊക്കെ ഉള്ള ആളാണ് എന്ന് അബ്ദുൾ വാജിദ് ഉറപ്പാക്കി. ഭഗവാൻ മാറി വേറൊരു തൻ്റെ കട്ടിലാണ് ഇരിക്കുന്നത്. വാജിജിന് ഇരിക്കാനായിട്ട് പാ വിരിച്ചു കൊടുത്തെടുത്ത് വാജിജി ഇരുന്നു. രാമചന്ദ്ര ദത്ത തൊട്ട് താഴെ കാലിൻ്റെ ചോട്ടിലിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരം തുടങ്ങി. അപ്പോൾ വാജിജ് അവിടെ ചെല്ലുമ്പോൾ വാജിജിൻ്റെ മനസ്സിൽ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. അതായത് 3 ചോദ്യങ്ങൾ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ചോദിക്കും. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ, അതിൽ നിന്നാണ് ഇദ്ദേഹത്തെ എനിക്കിനി മനസ്സിലാക്കാൻ പോകുന്നത് എന്ന തീരുമാനമെടുത്തിട്ടാണ് വാജിജ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അകത്ത് ചെന്ന ഉടൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ എല്ലാവർക്കും അറിയാം. ഭഗവാൻ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ വാജിജിനോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തെ പ്രധാനമായ ഒരു കാര്യം, ഗൃഹസ്ഥനായ ഒരാൾക്ക് യോഗയും സാധനയും സാധ്യമാണോ എന്നതായിരുന്നു വാജിജിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം. ഗൃഹസ്ഥനായ ഒരാൾ യോഗയും സാധനയും അനുഷ്ഠിക്കാൻ കഴിയുമോ ഗൃഹസ്ഥന് എന്നാണ് വാജിജിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യമാണ്. പക്ഷെ ചോദിച്ചില്ല. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ അങ്ങോട്ട് പറഞ്ഞു, ഗൃഹസ്ഥനായ ഒരാൾക്ക് ആത്മീയ ശിക്ഷണം ചെറുപ്പകാലം മുതലേ കിട്ടിയാൽ, അങ്ങനെ അഭ്യസിച്ച ഒരാൾക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാലും ആത്മീയ സാധന തുടരാൻ പ്രയാസമുണ്ടാവില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞു. വാജിജ് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ ഭഗവാൻ ഈ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ വാജിജിനോട് ആയിട്ട് തന്നെ പറഞ്ഞു, ആത്മീയ ശിക്ഷണം ചെറുപ്പകാലം മുതൽ അഭ്യസിച്ച ഒരാൾക്ക് കിട്ടുന്ന കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാലും ആത്മീയ സാധന തുടരാൻ പ്രയാസമുണ്ടാവില്ല. എന്നിട്ടൊരു ഉദാഹരണം, ഭഗവാൻ എന്ത് പറഞ്ഞാലും ഒരു ഉദാഹരണം കൂടെ പറയും. ഇപ്പം കരിയും പുകയുമൊക്കെ പുരണ്ട ഒരു മുറിയിലാണ് നമ്മൾ കയറുന്നത് എങ്കിൽ സ്വാഭാവികമായി അതെല്ലാം ശരീരത്തിൽ പുരളുക സ്വാഭാവികമാണ്. നമുക്കതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. ഇതുപോലെയാണ് ഈ സംസാരത്തിൽ, ഈ ലോകത്തിൽ, ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കരി പുരണ്ട മുറിയിൽ, ചുവരിലെല്ലാം കരി പുരണ്ട് കരി നിറഞ്ഞു നിൽക്കുന്ന ഒരു മുറിക്കകത്തേക്ക് ഒരാൾ കയറിയാൽ അയാളുടെ ശരീരത്തിലും ആ വേഷത്തിലുമൊക്കെ കരി പുരളും. അതിൽ നിന്ന് ഒഴിവാകാൻ ഒരാൾക്ക് പറ്റില്ല. അപ്പോൾ ഈ ആത്മീയ ശിക്ഷണം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ സംസാര ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കരിപുരണ്ട അവസ്ഥകളിൽ നിന്ന് തൻ്റെ ആത്മീയമായ വിചാരത്തെ, ശരീരത്തിൽ മാത്രമാണ് ഈ കരിപുരളുന്നത്, പക്ഷെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ശുദ്ധമായി ഇരിക്കത്തക്ക വിധം ഒരു പരിശീലനം അയാൾക്ക് കിട്ടും എന്ന്, ആ ഒരു ഗൃഹസ്ഥന് കിട്ടും എന്ന് വാജിജിനോട് ഭഗവാൻ എടുത്തു പറഞ്ഞു. മാത്രമല്ല, ഗൃഹസ്ഥനായി ജീവിക്കുന്ന ഒരാൾക്ക് അച്ചടക്കമുണ്ടാവണം. അപ്പോൾ എവിടെ ഇരുന്നാലും ഈശ്വരനോടുള്ള ഈ അടുപ്പം നിലനിൽക്കും. ആ അച്ചടക്കമാണ് ഈശ്വരനോടുള്ള അടുപ്പം നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഭഗവാൻ വളരെ വിശദമായിട്ട് വാജിജിനെ പറഞ്ഞു പഠിപ്പിച്ചു. വാജിജ് അതോടുകൂടി സ്തബ്ധനായിപ്പോയി. കാരണം എന്താണോ ചോദിക്കാൻ ആദ്യം ഉദ്ദേശിച്ച ചോദ്യത്തിന് ഇത്രയും വിശദമായ രീതിയിലൊരു ഉത്തരം വാജിജ് പ്രതീക്ഷിച്ചതേയില്ല. അതോടുകൂടി വാജിജിന് ഭഗവാനോടുണ്ടായിരുന്ന ആ ഒരു സംശയാസ്പദമായ ആ ഒരു കണ്ണുണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടി. മാത്രമല്ല, ഈ സംഭാഷണം നടന്ന് കഴിഞ്ഞ് പൂർണ്ണമായപ്പോൾ വാജിജ് കാണുന്നത് കട്ടിലിരുന്ന ഭഗവാൻ വാജിജിനോടൊപ്പം വാജിജിരുന്ന പായൽ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അതോടുകൂടി എല്ലാ സംശയങ്ങളും വാജിജിന് മാറി. വാജിജ് പൂർണ്ണമായിട്ടും ആ ഭഗവാനിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായി. അപ്പോൾ
ഈ പിന്നെ സർക്കാർ, മഹേന്ദ്രലാൽ സർക്കാർ പറഞ്ഞ് അറിയാം ഭഗവാന്റെ തൊണ്ടയിൽ വേദനയുണ്ട്, കൂടുതൽ സംസാരിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ട അറിവുള്ളതുകൊണ്ട് വാജിദ് കൂടുതൽ സംസാരിക്കാതിരിക്കാൻ, അതായത് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ സ്വയം അത് ആ ചോദ്യം പിന്നീട് ചോദ്യമൊന്നും ചോദിക്കണ്ട എന്ന് വാജിദ് വിചാരിച്ചു. അപ്പോൾ രാമചന്ദ്രദത്ത അടുത്തിരിപ്പുണ്ട്. അപ്പോൾ വാജിദ് ആരാണെന്ന് ഭഗവാനോട് ഇതേവരെ രാമചന്ദ്രദത്ത പറഞ്ഞിട്ടില്ല. അപ്പോൾ വാജിദിനെ കുറിച്ച് ഭഗവാന് അറിയില്ല. രാമചന്ദ്രദത്തയുടെ കൂടെ വന്ന ഒരാൾ എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത്രയും സംഭാഷണങ്ങളും ഇത്രയും കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. അതായത് പറയുന്നത് ഭഗവാനോട് രാമചന്ദ്രദത്തയ്ക്ക് ഇത് പറയാനുള്ളൊരു സാവകാശം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് ഇത്രയും സംഭാഷണം കഴിഞ്ഞുപോയി. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാമചന്ദ്രദത്ത ഭഗവാനോട് പറഞ്ഞു, ഇത് അബ്ദുൾ വാജിദ് എന്നാണ് പേര്, ഇദ്ദേഹം ഡോക്ടറാണ്, ഇദ്ദേഹം മഹേന്ദ്രലാൽ സർക്കാരിൻ്റെ ഡിസ്പെൻസറിയിലാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഉടൻ തന്നെ ഭഗവാൻ വാജിദിനോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് എൻ്റെ തൊണ്ടയിലെ വേദന ഭേദമാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. വാജിദ് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ വാജിദ് പെട്ടെന്ന് പതറിപ്പോയി. കാരണം ചികിത്സിക്കുന്നത് മഹേന്ദ്രലാൽ സർക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ വാജിദിന് അപ്പോൾ ചെന്ന് ഈ അസുഖം മാറ്റാമെന്ന് ഒരു മറുപടി പോലും പറയാൻ പറ്റില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് വാജിദ്. അപ്പോൾ മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണ്. എങ്കിലും ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അപ്പോൾ വാജിദ് ഭഗവാനോട് പറഞ്ഞത് നോക്കൂ, ആ ഉത്തരത്തിൽ തന്നെ വാജിദിൻ്റെ മാനസികാവസ്ഥ എത്രമാത്രമാണ് ഭഗവാനോട് വാജിദ് മാനസികമായി അടുത്തത് എന്ന് ആ ഉത്തരത്തിൽ തന്നെയുണ്ട്. വാജിദ് പറഞ്ഞത്, അങ്ങയുടെ രോഗം ഭേദമാക്കാൻ ഞാൻ അശക്തനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ രോഗം ഭേദമാക്കാൻ ഞാൻ അശക്തനാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങയെപ്പോലുള്ള ഒരാൾ സ്വയം അനുവദിച്ചാൽ മാത്രമേ ഡോക്ടർക്ക് അതിന് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ വാജിദ് എത്രമാത്രമാണ് ഭഗവാനെ ഉൾക്കൊണ്ടതെന്ന് ഈ ഒറ്റ മറുപടിയിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് ഭഗവാനെക്കുറിച്ച് അടുത്തൊന്നും അറിയില്ല, യാതൊരു വിധത്തിലുള്ള മുൻ പരിചയങ്ങളില്ല, മറ്റൊരു തരത്തിലുള്ള ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമല്ല, മറ്റൊരു ഈശ്വരീയ വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരാളായി വന്ന ഒരാളാണ്. ഇത്രയും ഉണ്ടായിരുന്ന വാജിദിന് ഒറ്റ സംഭാഷണത്തിൽ നിന്ന് വാജിദിൻ്റെ മാനസികാവസ്ഥ മാറിയതിൻ്റെ ഉത്തരമാണ്. കാരണം ഇത്രയും കൃത്യമായ ഉത്തരം ഈ കാര്യത്തിൽ ഒരുപക്ഷെ മഹേന്ദ്രലാൽ സർക്കാർ പോലും പറയില്ല. എന്താണ് വാജിദ് പറഞ്ഞത്? വാജിദ് പറഞ്ഞത്, അങ്ങയെ അനുവദിച്ചാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് അതിന് സാധ്യമാകൂ. ഭഗവാൻ അനുവദിച്ചാൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ഡോക്ടർ അശക്തനാണ് എന്ന് പറയും. എത്ര അർത്ഥപൂർണമായിട്ടാണ് ഭഗവാൻ അറിയാമല്ലോ ഇത് ഈ രോഗത്തെക്കുറിച്ചും രോഗാവസ്ഥയെക്കുറിച്ചും അതെങ്ങനെ അവസാനിക്കും എന്നൊക്കെ ഭഗവാൻ അറിയാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇത്ര കൃത്യമായി വാജിദിനെ പോലുള്ള ഒരാൾ ഇത്ര കൃത്യമായിട്ട് ആദ്യ ദർശനത്തിൽ തന്നെ ഏതാനും നിമിഷം മാത്രം കൂടെ ഇരുന്ന വാജിദ് ഭഗവാനെ ഉൾക്കൊള്ളുകയായിരുന്നു. ഭഗവാന് വലിയ സന്തോഷമായി വാജിദ് ഇത് പറഞ്ഞപ്പോൾ. എന്നിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മധുരപലഹാരങ്ങളെല്ലാം എടുത്തിട്ട് വാജിദിന് കൊടുത്തു. എന്നിട്ട് വാജിദിനെ കഴിപ്പിച്ചു അതൊക്കെ. എന്നിട്ട് പറഞ്ഞു, 3 തവണ കൂടെ വരേണ്ടി വരും എന്ന് പറഞ്ഞു. വാജിദിനോട് പറഞ്ഞു, 3 തവണ കൂടി നീ ഇവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ വാജിദ് പിന്നെ ഒരിക്കലും ദക്ഷിണേശ്വരത്തേക്ക് പോവുകയോ ഒന്നും ഉണ്ടായില്ല. അതാണ് സംഭവിച്ചത്. അതിന് വാജിദ് പറഞ്ഞൊരു ന്യായം, അത് ഈ കാക്കുർഗാച്ചിയിലെ ഭക്തജനങ്ങളോട് പറയുന്നതാണിത്. ഇതെല്ലാം കാക്കുർഗാച്ചിയിലെ ആ ഭക്തജനങ്ങളോട് ആ സന്ദർഭത്തിൽ വന്നപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് വാജിദ് ആ ഭക്തജനങ്ങളോട് പറയുന്ന വിശേഷമാണിത്. അപ്പം എന്തുകൊണ്ടാണ് പിന്നീട് ഭഗവാനെ കാണാൻ പോകാതിരുന്നത് എന്ന് വാജിദ് പറഞ്ഞത്, ഈ ലോകത്തെ ത്യജിക്കാൻ ഞാൻ തയ്യാറായാൽ മാത്രമേ ഇനി എനിക്ക് ഭഗവാനെ കാണാൻ പറ്റൂ. ഞാൻ അതിന് തയ്യാറല്ലായിരുന്നു, എൻ്റെ മാനസികാവസ്ഥ അതിന് തയ്യാറല്ലായിരുന്നു. ഈ ലോകത്തെ ത്യജിക്കാനായിട്ടുള്ളൊരു കാര്യം, ഇനി ഞാൻ ഒരിക്കൽ കൂടെ അവിടെ പോയാൽ ഞാൻ ഈ ലോകം ത്യജിക്കും. അപ്പം അതിന് ഞാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഞാൻ പിന്നീട് ഭഗവാനെ കാണാനായിട്ട് പോകാതിരുന്നത്. അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഞാൻ ആത്മീയമായ ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്ന് അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു. അപ്പം ലൗകിക ജീവിതം ത്യജിക്കാനുള്ള ഒരു
ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ആ വിസമ്മതമാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ വാജിജിനെ പിന്നീട് അവിടെ ചെല്ലാൻ വിമുഖനാക്കി മാറ്റിയത്. അപ്പോൾ വിശുദ്ധ ഖുറാനിൽ പറയുന്ന, അതായത് വാജിജ് ഈ ഭക്തന്മാരോട് പറയണം, വിശുദ്ധ ഖുറാനിൽ പറയുന്ന പ്രവാചകൻ്റെ അടയാളങ്ങളെല്ലാം തന്നെ ഞാൻ അന്ന് ശ്രീരാമകൃഷ്ണദേവനിൽ കണ്ടു എന്ന് പറഞ്ഞു. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ ശ്രീരാമകൃഷ്ണദേവനിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി, ഈ അള്ളാഹുവിന് ഞാൻ എന്താണോ അള്ളാഹുവിനെ കാണുന്നത് അതേ അവസ്ഥയിലാണ് ഞാൻ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ പോകാൻ പിന്നീട് കഴിയാതെ പോയത്, അല്ലെങ്കിൽ ഞാൻ പോകാതിരുന്നത് അറിഞ്ഞുകൊണ്ടാണ്. കാരണം ആഗ്രഹങ്ങളും മോഹങ്ങളും ഉപേക്ഷിക്കാൻ ഞാൻ അന്ന് തയ്യാറായിരുന്നില്ല. ലസ്റ്റ് ആൻഡ് ഗ്രീഡ്, ഭഗവാൻ അന്ന് പറയുമ്പോൾ അത് കാമിനി കാഞ്ചനം എന്ന വാക്കിന് ഇവിടെ ലസ്റ്റ് ആൻഡ് ഗ്രീഡ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വാജിജ് അത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ അത്യാഗ്രഹങ്ങളും മോഹങ്ങളും ഉപേക്ഷിക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഇത് കാക്കുർഗാച്ചിയിലെ പിന്നീട് കൂടിയ ഭക്തജനങ്ങളോടാണ് ഒരു കുറ്റസമ്മതം പോലെയോ അല്ലെങ്കിൽ ഒരു കൺഫഷൻ പോലെയോ ഇത് വാജിജ് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ദക്ഷിണേശ്വരത്തേക്ക് പോവാതിരുന്നത്. എന്നാൽ യാദൃച്ഛികമായിട്ട് രാമചന്ദ്രദത്തയുടെ വീട്ടിൽ വെച്ച് ഒരിക്കൽ കാണേണ്ടിയും വന്നു. ദക്ഷിണേശ്വരത്തേക്ക് പോയിട്ടില്ലെങ്കിലും രാമചന്ദ്രദത്തയുടെ വീട്ടിൽ വെച്ച് ഒരിക്കൽ പോയി കാണേണ്ടി വന്നു. അന്ന് വാജിദിനോടൊപ്പം ഡോക്ടർ സർക്കാരിൻ്റെ മകൻ അമൃത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കാഴ്ച ഈ രാമചന്ദ്രദത്തയുടെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാരിൻ്റെ മകൻ അമൃതും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോഴാണ് ഭഗവാനെ രാമചന്ദ്രദത്തയുടെ വീട്ടിൽ വെച്ച് കാണുന്നത്. എന്നിട്ട് അന്നാണ് ആദ്യമായി വാജിജ് ഭഗവാന്റെ ഭാവസമാധി കാണുന്നത്. അപ്പോൾ വാജിജിന് മനസ്സിലായില്ല എന്തായി സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അമൃതാണ് പറഞ്ഞു കൊടുത്തത്, ഇതാണ് ഭഗവാൻ ഈ സമാധി അവസ്ഥയിലേക്ക്, ഭാവസമാധിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഇങ്ങനെയാണ്, അതാണ് ഇപ്പോൾ കണ്ടത് എന്ന് അന്ന് അമൃതാണ് പറഞ്ഞു അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തത്. അപ്പോൾ ഭഗവാൻ ഈ സമാധി അവസ്ഥയിൽ നിന്ന് ഉണർന്ന ശേഷം വാജിദിനോടാണ് ആദ്യം ചോദിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ദക്ഷിണേശ്വരത്തേക്ക് വരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ വാജിദ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇവിടെ ഭക്തന്മാരോടായിട്ട് പറഞ്ഞു, പണം സമ്പാദിക്കണം എന്നുള്ള അത്യാഗ്രഹം അന്നെനിക്കുണ്ടായിരുന്നു. പണം സമ്പാദിക്കണമെന്നുള്ള അത്യാഗ്രഹം എനിക്കന്നുണ്ടായിരുന്നു. ഇനി അവിടെ നിന്നാൽ വീണ്ടും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും മാനസികമായിട്ട് എന്ന് മനസ്സിലാക്കിയ വാജിദ് കൽക്കട്ട വിട്ടു പോവുകയായിരുന്നു. ആ നാട് വിട്ടുപോയി. പിന്നീടാണ് ആ 85 ആ നാട് വിട്ടു പോയ വാജിജ് പിന്നീട് വരുന്നത് 98-ലാണ്. 1898-ലാണ് ഇപ്പോൾ കാക്കുർഗാച്ചിയിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വാജിജ് തൻ്റെ ജീവിതം. അപ്പോൾ ഭഗവാനിലേക്ക് ഈ അബ്ദുൾ വാജിജിൻ്റെ ജീവിതം പ്രകടമാക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. കാര്യം ഈ ലൗകിക ജീവിതത്തിലേക്ക് ആസക്തനായിപ്പോയി എന്ന് സ്വയം ബോധ്യമുള്ള ഒരു കുറ്റസമ്മതം പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ അടുത്ത് നിന്ന് പോയാൽ എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് എനിക്കിതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്ന് 100% ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് കൽക്കട്ട പോലും വിട്ടുപോയി വാജിജി. നമുക്ക് അവിടെ നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം വാജിജി പോവുകയാണ് ഉണ്ടായത്. ഇതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരിക. അങ്ങനെ വരുന്നതിന് തടസ്സങ്ങളുണ്ടാകും. ഈ വാജിജ് നടത്തിയിരിക്കുന്ന ഈ കുറ്റസമ്മതം, ഇത് നമ്മളെല്ലാം നടത്തേണ്ട ഒരു കുറ്റസമ്മതമാണ്. അതാണ് ഈ വാജിജിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാര്യം ഈ ലൗകികമായ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള നമ്മുടെ വിസമ്മതമാണ് ഭഗവാനിലേക്ക് അടുക്കാനുള്ള നമ്മുടെ തടസ്സമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ആണ് ലൗകിക അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ഒരു 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 ഭാഗമാണ് വാജിജിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഈ ഡോക്ടർ വാജിദിൽ
ആ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിടയ്ക്ക് ഞാൻ പറഞ്ഞതേ, വാജിജിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇതിനകത്ത് കണ്ടതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ഇന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ്. അപ്പോൾ ഭഗവാൻ അത് മാസ്റ്റർ മഹാശയനും ഒക്കെ മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്തതും, മാസ്റ്റർ മഹാശയൻ ആ കാര്യങ്ങൾ പിന്നീട് മറ്റുള്ളവരെ, മഹാശയൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന അവസ്ഥകളെക്കുറിച്ചാണ്. അതിൽ വാജിജിനെ പോലുള്ളവരുടെ ജീവിതവും കടന്നു വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും സംതൃപ്തരല്ലെങ്കിൽ ആത്മീയ ജീവിതം സാധ്യമല്ല. ഇത് ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് മാസ്റ്റർ മഹാശയൻ. അച്ഛനും അമ്മയും സംതൃപ്തരല്ലെങ്കിൽ ആത്മീയ ജീവിതം സാധ്യമല്ല, ആത്മീയ പരിശീലനം സാധ്യമല്ല. ഇതായിരുന്നു ഒരു ഉപദേശം കൊടുത്തത്. മറ്റൊന്ന്, ഭാര്യയോട് ആത്മീയ ഉപദേശം നൽകണം. ഒരു ഗൃഹസ്ഥൻ ഭാര്യയോട് ആത്മീയ ഉപദേശം നൽകണം. അതായത് ആ ആത്മീയ ഉപദേശം എന്തായിരിക്കണം? ഒരു ഗൃഹസ്ഥൻ ആത്മീയ ജീവിതം സ്വീകരിക്കാൻ തയ്യാറാവുന്നു എങ്കിൽ ആദ്യം വേണ്ടത് ഭാര്യയോട് ആത്മീയ ജീവിതത്തെ ബോധ്യപ്പെടുത്തണം. ഭാര്യയ്ക്ക് ബോധ്യം വരണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കാലശേഷം ഭാര്യ ഉപജീവന മാർഗമുള്ളവളായിരിക്കും എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ എത്രമാത്രമാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ കാര്യങ്ങളിൽ ഭഗവാൻ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആത്മീയ ജീവിതത്തെ സ്വീകരിക്കുന്നതിന്, ഒരു ഗൃഹസ്ഥാശ്രമി ആത്മീയ ജീവിതം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മറിച്ച് അത് ആ ആത്മീയ ജീവിതത്തെ ഭാര്യയെ ബോധ്യപ്പെടുത്തണം. രണ്ട്, നിങ്ങളുടെ കാലശേഷവും ഉപജീവന മാർഗം ഭാര്യയ്ക്കുണ്ടായിരിക്കണം. ഇത് രണ്ടും സാധ്യമാണെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതം സാധ്യമാകൂ, അതിന് ഒരുമ്പെടാവൂ എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ മുറിയിൽ ആത്മീയ പുരുഷന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾ അലങ്കരിക്കണം. ആ മുറിയിൽ സൂക്ഷിക്കണം. മുറിയിലെല്ലാം ആത്മീയ പുരുഷന്മാരുടെ ചിത്രങ്ങൾ. അപ്പോൾ വീട് ചിട്ടയായും വൃത്തിയായും ഇരിക്കും. ഒരു വീട് എത്രമാത്രം വൃത്തിയായിട്ടും ചിട്ടയായിട്ടും ഇരിക്കണം എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി സ്വീകരിക്കേണ്ട മറ്റൊരു ഭാഗം. എന്നിട്ട് ഒരു ഉപദേശം പറയുന്നത്, ഭക്തനായിരിക്കുക പക്ഷെ വിഡ്ഢിയായിരിക്കരുത്. വളരെ വ്യക്തമായ ഒരു ഉപദേശമായിട്ടാണ്. ഭക്തനായിരിക്കണം പക്ഷെ വിഡ്ഢിയായിരിക്കരുത്. മറ്റുള്ളവർക്ക് നിങ്ങളെ കബളിപ്പിക്കാനുള്ള അവസരം കൊടുക്കരുത്. നിങ്ങൾ ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ കബളിപ്പിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കരുത്. കുടുംബജീവിതം ഉപേക്ഷിക്കും എന്ന് മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഈ കാര്യങ്ങളാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തിയത്. കാരണം മാസ്റ്റർ മഹാശയന് കുടുംബജീവിതം ഉപേക്ഷിക്കണമെന്ന് എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ മേൽപ്പറഞ്ഞ ഈ ഉപദേശങ്ങളാണ് മാസ്റ്റർ മഹാശയൻ നൽകിയത്. മാസ്റ്റർ മഹാശയന് ശ്രീരാമകൃഷ്ണദേവൻ നൽകിയത്. എന്നിട്ട് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ട് മാസ്റ്റർ മഹാശയൻ ഒരു ശ്രമം നടത്തി. അങ്ങനെയെങ്കിലും തൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിന് കഴിയാൻ വേണ്ടി, അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ മഹാശയൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നിട്ട് മാസ്റ്റർ മഹാശയൻ തന്നെ പറയുന്നു, അത് അങ്ങനെയുള്ളൊരു ശ്രമം നടത്തി എത്രമാത്രം പരാജയത്തിലേക്കാണ് ആ ശ്രമങ്ങൾ പോയത് എന്ന് മാസ്റ്റർ മഹാശയൻ വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ്, അതായത് ഒരു കുടുംബസ്ഥൻ എന്നുള്ള ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി എടുത്ത ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എത്രമാത്രം പരാജയമാണ് തനിക്ക് സംഭവിച്ചതെന്നുള്ളത് മാസ്റ്റർ മഹാശയൻ ഇവിടെ വിവരിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന്. അതിലൊന്ന്, അമ്മയുടെ ജോലി ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല എന്ന് നീ കരുതരുത് എന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് അമ്മയുടെ ജോലി, കാളിമാതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മയുടെ ജോലി നീ ചെയ്തില്ലെങ്കിൽ നടക്കില്ല എന്ന് നീ കരുതരുത്. അമ്മയുടെ ജോലി എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, നോക്കൂ, ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഈ വചനാമൃത രചനയെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അത് അമ്മ ഏൽപ്പിച്ച ജോലിയാണ്.
വേറൊരിടത്ത് അത് പറയുന്നുണ്ട്, മാഷ് മഹാശയൻ തന്നെ പറയുന്നുണ്ട് അമ്മ ഏൽപ്പിച്ച ജോലിയാണതെന്ന്. അപ്പോൾ അമ്മയുടെ ജോലി നീ ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല എന്ന് നീ കരുതരുത് എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ്. അപ്പോൾ അതിന് പറഞ്ഞത് അമ്മയ്ക്കൊരു വൈക്കോൽ കഷ്ണം കൊണ്ടുപോലും തൻ്റെ ആവശ്യം നിറവേറ്റാൻ കഴിയും. ഒരു വൈക്കോൽ കഷ്ണം മതി തൻ്റെ ആവശ്യം നിറവേറ്റാൻ. ഒരു വൈക്കോൽ കഷ്ണം ഉണ്ടെങ്കിൽ പോലും അമ്മയ്ക്കത് കഴിയും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറയുകയാണ്. അതായത് ഈ ആത്മീയ ജീവിതത്തിലേക്ക് ചുവട് മാറ്റണം അല്ലെങ്കിൽ പോരണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ ഉപദേശിച്ച അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയനെ ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണിത്. പിന്നെ ആന്തരിക സന്യാസം സ്വീകരിക്കാം, അങ്ങനെ ഒരു ഓപ്ഷനാണ് പിന്നീട് കൊടുക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയന് കൊടുക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ കൊടുത്തത് ആന്തരിക സന്യാസം സ്വീകരിക്കാം. അങ്ങനെ മാസ്റ്റർ മഹാശയൻ ആന്തരിക സന്യാസം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആന്തരികമായി ഒരു സന്യാസിയുടെ എല്ലാ കർമ്മങ്ങളും ഇടപെടുക, ബാഹ്യമായി ഒരു ഗൃഹസ്ഥാശ്രമിയുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുക. അങ്ങനെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയിലേക്ക് മാസ്റ്റർ മഹാശയൻ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്കൂളിലെ ജോലിയെല്ലാം കൃത്യമായിട്ട്, അതൊരു ബാഹ്യ കർമ്മമായിട്ട് സ്കൂളിലെ ജോലിയെല്ലാം നിർവഹിക്കും. അങ്ങനെ വലിയ സ്വന്തമായി ഒരു സ്കൂൾ തന്നെ, വലിയൊരു സ്കൂൾ, മോർട്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, 4 നിലകളുള്ള വലിയൊരു മന്ദിരം സ്വന്തമായി മാസ്റ്റർ മഹാശയൻ സമ്പാദിക്കുന്നു. കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ അത് പറഞ്ഞതാണ്. ഇവിടെ ഠാക്കൂർബാഡിയിൽ പിന്നീട് കഥാമൃത ഭവനായി മാറിയ മാസ്റ്റർ മഹാശയൻ്റെ സ്വന്തം വീട്ടിൽ, അവിടെയാണ് ഭഗവാന്റെ ഈ ഡയറി രചനയും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആ സ്ഥലമായി മാറി സാധനയ്ക്ക്, ഏകാന്തത്തിൽ ഇരുന്ന സാധന തുടങ്ങിയ കാര്യങ്ങൾക്ക് ഠാക്കൂർബാഡിയാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് കഥാമൃത ഭവനാണ്, സ്വന്തം വീട് ആണ് ഉപയോഗിച്ചത്. കുടുംബം മുഴുവനും മോർട്ടൺ സ്കൂളിൻ്റെ 3ാമത്തെ നിലയിലേക്ക് പോയി. അവിടെയും 4ാമത്തെ നിലയിൽ മാസ്റ്റർ മഹാശയൻ തനിക്കുള്ള സ്വകാര്യ ഇടമായിട്ട് മാറ്റിയത് മോർട്ടൺ സ്കൂളിൻ്റെ 4ാമത്തെ നിലയിലാണ്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞതാണ്. സന്യാസിയുടെ ആത്മീയ തീവ്രതയെ ഗൃഹസ്ഥൻ്റെ ഗുണങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇത് സാധ്യമായത്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മാറിയത്. സന്യാസിയുടെ ആത്മീയ തീവ്രതയെ ഗൃഹസ്ഥൻ്റെ ഗുണങ്ങളുമായി സമന്വയിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആത്മീയ സാധനയ്ക്ക് ഏറ്റവും എളുപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുക എന്ന് പറയും. എങ്ങനെയാണ് ഒരു ആത്മീയ സാധന എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇതല്ല എങ്കിൽ പോലും ഒരു ആത്മീയ ജീവിതത്തിലേക്ക് എങ്ങനെ ആത്മീയ സാധനയുടെ ഒരു പ്രകടമായ ഒരു ഗൃഹസ്ഥാശ്രമി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ലൗകിക മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മീയ സാധനയ്ക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യണം. പാത്രം കഴുകുക, മുറി വൃത്തിയാക്കുക, മുറ്റം തൂത്തുവാരുക, ഭക്ഷണം സ്വന്തമായി പാകം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിനെ മുന്നോട്ട്, അത് ഒരു സാധനാക്രമമാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. മോർട്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 4ാം നിലയിൽ ഒരു രാത്രി മാസ്റ്റർ മഹാശയൻ വന്നു. രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ മോർട്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം അങ്ങനെ ആ വീട്ടിലേക്ക് രാത്രിയിലാണ് കയറി വന്നത്. അപ്പോൾ കൂടെ ഈ മാസ്റ്റർ മഹാശയൻ്റെ കൂടെ ചിലപ്പോൾ ചില സന്യാസിമാർ, അന്നത്തെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ചില സന്യാസിമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഒരു സന്യാസിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്റർ മഹാശയനും ഈ സന്യാസിയും കൂടെ മോർട്ടൺ സ്കൂളിൻ്റെ ആ കെട്ടിടത്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഈ സന്യാസിക്ക് അറിയാം. അപ്പോൾ സന്യാസി മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് രാത്രിയിലത്തെ അത്താഴം ഇദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് സന്യാസി പറഞ്ഞു. ഇത് കേട്ടതും മാസ്റ്റർ മഹാശയൻ ആ സന്യാസിയോട് പറഞ്ഞത്, നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഈ വീടിൻ്റെ ഉടമയോട് വേലക്കാരനായ എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരണമെന്നാണോ നീ പറഞ്ഞതെന്ന്. വീടിൻ്റെ ഉടമയോട് വേലക്കാരനായ എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരണമെന്നാണോ നീ പറഞ്ഞത് എന്ന്. ആ ഭാവം അതായിരുന്നു. സ്വന്തം ഭവനത്തിൽ പോലും ആ വീടിൻ്റെ ഒരു
ഗൃഹനാഥൻ എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മാസ്റ്റർ അപ്പോഴേ പൊയ്ക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം പറഞ്ഞത്. അത് ഈ തരത്തിലേക്കൊരു മാറ്റം പൂർണ്ണമായും മാറുന്നതിന് ഒരു ഗൃഹസ്ഥാശ്രമയുടെ ഈ തരത്തിലുള്ള ഒരു ആത്മീയ സന്യാസത്തിൽ, ആന്തരിക സന്യാസത്തിലേക്ക് മാറുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടെ സംഭവിച്ചിരുന്നു. അതെന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ മാസ്റ്റർ മഹാശയൻ തൻ്റെ മകൻ, മൂത്ത മകൻ നിർമ്മലിൻ്റെ മൂത്ത മകനാണ്. 7 മക്കളാണ്, അതിൽ മൂത്ത മകൻ നിർമ്മൽ. അപ്പം നിർമ്മലിനെ കൂട്ടി ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വന്നു. അപ്പം നിർമ്മലും കൂടെ ഉണ്ട്. അപ്പം നിർമ്മലിനെ കൂട്ടി കൂടെ വന്നപ്പോൾ എന്നിട്ട് മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് പറഞ്ഞു, നിർമ്മലിനെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീരാമകൃഷ്ണദേവനെ പരിചയപ്പെടുത്തിയത് ഇത് എൻ്റെ മകൻ നിർമ്മൽ എന്നാണെന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായി എങ്ങനെയാണോ പരിചയപ്പെടുന്നത് അതുപോലെ പരിചയപ്പെടുത്തി. ആ സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറഞ്ഞത്, ഇത് മാസ്റ്റർ മഹാശയൻ പിന്നീട് ഓർത്ത് പറയുന്നതാണിത്. അന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ മൂത്ത മകൻ നിർമ്മലിനെ പരിചയപ്പെടുത്തിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നിങ്ങളുടെ മകൻ എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ മകനാണ് എന്ന് പറയരുത്. ഈശ്വരൻ അവനെ നിങ്ങളുടെ കൂടെ നിർത്തിയതാണ്. ചിലപ്പോൾ ഈശ്വരന് തോന്നിയാൽ ഇവനെ കൊണ്ടുപോകും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് പറഞ്ഞു. ഇത് പറഞ്ഞ് പിന്നീട് സംഭവിക്കുന്നത് നിർമ്മൽ മരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ മൂത്ത മകൻ നിർമ്മൽ മരിച്ചുപോയി. അതേ തുടർന്ന് ഭാര്യ വളരെ മാനസികാവസ്ഥയിൽ ഭ്രാന്തിയെപ്പോലെ ആയി. അങ്ങനെ നമ്മൾ ഇതിനു മുമ്പും ഈ അവസ്ഥ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നികുഞ്ചാദേവി ദുഃഖത്തിൽ കഷ്ടപ്പെട്ട് പിന്നീട് ആ മാനസികാവസ്ഥ തകർന്ന് കാശിപ്പൂർ ഗാർഡനിലൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് നികുഞ്ചാദേവിയെ കുറച്ച് ദിവസം. പിന്നെ ശാരദാദേവിയുടെ കൂടെ നിർത്തുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം ഇങ്ങനെയൊക്കെ കൂടെ താമസിപ്പിക്കുകയൊക്കെ ചെയ്ത ആ മാനസികാവസ്ഥയിൽ നിന്ന് നികുഞ്ചാദേവിക്ക് മോചനം കിട്ടാൻ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അതൊക്കെ സംഭവിച്ചത് ഈ നിർമ്മലിൻ്റെ മരണത്തോടെയാണ്. പിന്നീട് ഈ മോർട്ടൺ സ്കൂളിൻ്റെ ഈ ഡെവലപ്മെൻ്റൊക്കെ ഉണ്ടായതിന് ശേഷം അതിൻ്റെ ചുമതല വഹിച്ചത് 2ാമത്തെ മകനായ പ്രഭാസായിരുന്നു പിന്നീട് അതൊക്കെ നോക്കിയത്. പിന്നെ ഒരു മകൻ കൂടിയായിരുന്നു മാസ്റ്റർ മഹാശയൻ ഉണ്ടായിരുന്നത്, ചാരു എന്നാണ് അയാളെ വിളിക്കുക, ചാരു. ബാക്കിയുള്ളത് 4 പെൺമക്കളാണ്. അപ്പോൾ ഈ ചാരു 3ാമത്തെ മകനാണ്. നോക്ക്, മൂത്ത മകൻ മരണമടഞ്ഞു. ഈ ചാരുവിന് സംഭവിച്ചത്, ചാരു ഒരു തോന്നിവാസനായിട്ട് മാറി. കാര്യം, ജീവിതത്തിൽ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ചൂതുകളിക്കാരനായും മദ്യപാനിയായി ചൂതുകളിക്കാരനായി ജീവിതം നാശമായ അവസ്ഥയിലേക്ക് പോയി ചാരു. ആര് വിചാരിച്ചാലും ചാരുവിനെ രക്ഷിക്കാൻ പറ്റും എന്ന് ഉള്ള അവസ്ഥയല്ലായിരുന്നു. പക്ഷേ മാസ്റ്റർ മഹാശയൻ ഈ ചാരുവിനെ ശ്രദ്ധിച്ചതേയില്ല. അത് സംബന്ധിച്ച് ഒരു ഉത്കണ്ഠയും മാസ്റ്റർ മഹാശയൻ പ്രകടിപ്പിച്ചില്ല. അതായത് അവസാനം ഈ ചാരു ഇവിടം വിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് ചാരുവിനെ മാറ്റി അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെയും ഇത് തന്നെ തുടർന്നു. ഈ മദ്യപാനവും ചൂതാട്ടം, ചീട്ടുകളി പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചാരു അവിടെ തന്നെ നടത്തി. അങ്ങനെ അമ്മാവനും അമ്മായിയും മരിച്ച ശേഷം ഇയാൾ അനാഥനായി തെരുവിൽ അലയാൻ തുടങ്ങി. ഈ ചാരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ തെരുവിൽ അലയുന്ന അവസ്ഥയിലായി. ഇങ്ങനെ തെരുവിൽ അലയുന്ന ചാരുവിനെയാണ് പിന്നീട് മാസ്റ്റർ മഹാശയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്യാസി. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ വചനാമൃതത്തിൻ്റെ കഥാമൃതത്തിന് അതിൻ്റെ ബംഗാളി വെർഷൻ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടക്കുന്ന സമയമാണ്. ഈ സന്ദർഭത്തിലാണ് അതുമായിട്ട് ആ പ്രൂഫ് വായിക്കാനായിട്ട് പ്രസ്സിലേക്ക് പോകുകയായിരുന്ന സന്യാസി ചാരുവിനെ വഴിയിൽ വെച്ച് കാണുന്നത്. വിശന്ന് വലഞ്ഞ് ഭ്രാന്തനെ പോലെ ഇരിക്കുന്ന ചാരുവിനെ കാണുന്നത്. അപ്പോൾ ഈ ചാരു ഈ സന്യാസിയെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് ഇത്തിരി ഭക്ഷണം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സന്യാസിക്ക് അറിയാം, ചാരുവിനെ അറിയാം, പക്ഷേ ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മാസ്റ്റർ മഹാശയനോട് ചോദിക്കാതെ അങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ
ഈ സന്യാസിക്ക് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സന്യാസി എന്ത് ചെയ്തു? നേരെ തിരിച്ചു വന്നിട്ട് മാഷ്ട്രമഹാശയനോട് പറഞ്ഞു, ചാരു ഇങ്ങനെ വിശന്ന് വലഞ്ഞ് നടക്കുകയാണ്, ഞാൻ അവനെന്തെങ്കിലും സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മാഷ്ട്രമഹാശയൻ പറഞ്ഞു, സഹായിക്കുന്നതിൽ തിരക്കേടില്ല, നീ പണം വല്ലതും കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ 31 ദിവസത്തിനകം അതെനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ആ പണം എനിക്ക് തിരിച്ചു തരണം 31 ദിവസത്തിനകം. അതായത് തികച്ചും ഒരു മാഷ്ട്രമഹാശയൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പണം ചോദിച്ചു. പട്ടിണി കാരണമാണ് ഈ പണം ചോദിക്കുന്നത്. പിന്നീട് ഈ സന്യാസി അത് കൊടുത്തു. ചാരു പിന്നീട് മാഷ്ട്രമഹാശയനെ കാണാൻ ഇടയ്ക്ക് വന്നു. പിന്നീട് നന്നായി, ചാരു തൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെട്ടു, ഒരുവിധം നന്നായി എന്നാണ് പിന്നീട് പറയുന്നത്. പിന്നീട് ചാരുവിനെക്കുറിച്ച് വലിയ വിവരണങ്ങളൊന്നും പിന്നീട് കാണുന്നില്ല. ചാരു നന്നായി എന്നൊരു വാക്ക് മാത്രമാണ് പിന്നീട് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ തൻ്റെ ആദർശങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും, നോക്കൂ, ജീവിതത്തിൽ ഇത്രയും കടന്നു വന്നിട്ടും ശ്രീരാമകൃഷ്ണദേവനോട് കൊടുത്ത ആ ആത്മീയ സന്യാസത്തിൻ്റെ ആ നിഷ്ഠയിൽ നിന്ന് ഒരു തരുമ്പ് പോലും ഇത്രയും സ്വന്തം ജീവിതത്തിൽ ഇത്രയും, ഭാര്യ ഭ്രാന്തിയെ പോലെ ആകുന്നു, മൂത്ത മകൻ മരിക്കുന്നു, പിന്നെ ഉണ്ടാകുന്ന മകൻ ഇതുപോലെ തോന്നിവാസനായി പോകുന്നു. ഒരു മനുഷ്യൻ, ഒരു ഭഗവാനോടൊപ്പം ജീവിതകാലം മുഴുവനും കഴിഞ്ഞ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ആ അവസ്ഥയാണിത്. അതിൽ നിന്നെല്ലാം അതിജീവിക്കാനാണ് ഭഗവാനോടുള്ള ആ ആഭിമുഖ്യത്തിലും ആ സ്നേഹത്തിലും ആ ഭഗവാനുള്ള ഭക്തിയുടെ ഭാഗമായിട്ടാണ് തൻ്റെ ഒരു വിശ്വാസ പ്രമാണങ്ങളിലും ആ നീതിബോധത്തിൽ നിന്ന് അല്പം പോലും മാഷ്ട്രമഹാശയൻ വ്യതിചലിക്കാൻ ഇടവന്നില്ല. ഇത് പറയുമ്പോൾ നമ്മൾ വചനാമൃതം വായിക്കുകയും മാഷ്ട്രമഹാശയനെക്കുറിച്ച്, ഭഗവാനോടുള്ള ദിവസങ്ങളെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ കണ്ടത്. പക്ഷേ ഇങ്ങനൊരു വശം കൂടെ മാഷ്ട്രമഹാശയൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നീട് മാഷ്ട്രമഹാശയൻ മകനോട് പോലും, അതായത് മകൻ്റെ കാര്യം ഉണ്ടായിട്ട് പോലും ആ ആദർശങ്ങളിൽ നിന്ന് അവസാനം വരെയും മാഷ്ട്രമഹാശയൻ വ്യതിചലിച്ചില്ല. എന്നാൽ ഈ സന്ദർഭങ്ങളിൽ തൻ്റെ കുടുംബത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് പോലും സന്യാസിമാർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിൽ, സ്വന്തം പണം ഉപയോഗിക്കുന്നതിൽ പിശുക്ക് കാണിച്ചിട്ടുള്ള മാഷ്ട്രമഹാശയൻ സന്യാസിമാർക്ക് വേണ്ടി ധനം ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഒരു പിശുക്കും കാണിക്കാതെ ജീവിതത്തിൽ സമ്പാദിച്ച പണത്തിൻ്റെ നല്ല ശതമാനം മുഴുവനും സന്യാസിമാർക്ക് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഒട്ടും ലോഭം കാണിച്ചില്ല. മാഷ്ട്രമഹാശയൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് പറയുന്നത് സ്വന്തമായി 3 ധോത്തിയും കുർത്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായി 3 ധോത്തിയും കുർത്തയും മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ, ധരിച്ചിരുന്നുള്ളൂ. ഇത് ഈ കാലഘട്ടത്തിലെല്ലാം ജീവിക്കുമ്പോൾ 3 ധോത്തിയും 3 കുർത്തയും മാത്രം. ട്രാമിലേ സഞ്ചരിക്കൂ, അത് ട്രാമിൽ 3-ാം ക്ലാസ് ടിക്കറ്റിലേ സഞ്ചരിക്കൂ. അതായത് കുതിരവണ്ടി പിടിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചിലവേറിയ ഒരു സഞ്ചാരമാർഗങ്ങളും മാഷ്ട്രമഹാശയൻ സ്വീകരിച്ചിരുന്നില്ല. പരമാവധി നടക്കുകയാണ് പതിവ്. മാഷ്ട്രമഹാശയൻ പരമാവധി എല്ലായിടത്തേക്കും പോകുന്നത് കാൽനടയായിട്ടാണ്. അത് കഴിഞ്ഞ തവണ നമ്മൾ ഈ കഥാമൃത ഭവനിലേക്ക് കഥാമൃത ഭവനിൽ നിന്ന് മോർട്ടൺ സ്കൂളിലേക്ക് പോകുന്ന നടന്നാണ്. അങ്ങനെ നടന്നു പോകുന്ന മാഷ്ട്രമഹാശയൻ ക്ഷീണിതനായി റോഡിൽ വീണ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതാണ് ആ കാര്യം. അപ്പോൾ നോക്കൂ, ഇത് ഇത്രയും, അതായത് സന്യാസിമാർക്ക് വേണ്ടിയും ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ് മാഷ്ട്രമഹാശയൻ പണം ചെലവഴിച്ചിരുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഇത്ര പിശുക്ക് കാണിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ സന്യാസിമാരെ കാണാൻ സ്വന്തം ജോലി, അതായത് സന്യാസിമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഏർപ്പെട്ടാൽ സ്വന്തം ജോലി മാറ്റിവെക്കും. ഭഗവാൻ തന്നെ ഈ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നാണ് മാഷ്ട്രമഹാശയൻ തുടർന്ന് തൻ്റെ ജീവിതത്തിലെല്ലാം മനസ്സിലാക്കിയിരുന്നത്. ഓരോ സന്യാസി എൻ്റെ മുന്നിൽ വരുമ്പോഴും അത് ഭഗവാനാണ് വരുന്നത്. ഭഗവത് നാമത്തിൽ സന്യാസം സ്വീകരിച്ചവർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഭഗവാൻ തന്നെയാണ് വരുന്നത്. ഓരോ സന്യാസിയെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്.
അവർക്ക് വേണ്ടി എൻ്റെ ഊണും മറ്റും മാറ്റിവെക്കണ്ടേ, ഇല്ലെങ്കിൽ അത് അസംബന്ധമായി പോകും എന്നാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്. ഓരോ സന്യാസിക്ക് വേണ്ടി വീടും കുടുംബവും എന്ന ആശയം സ്വയം ഉപേക്ഷിക്കാൻ, അതായത് തനിക്കൊരു വീട് കുടുംബം എന്നുള്ള തൻ്റെ ആ ഒരു സങ്കല്പത്തെ ഒഴിവാക്കാൻ വേണ്ടി, ആത്മീയ സന്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോയിട്ട് തെരുവിൽ ഭിക്ഷക്കാർ കിടക്കുന്നതിനിടയിൽ പോയി കിടക്കും. മാസ്റ്റർ മഹാശയൻ്റെ സാധനാക്രമങ്ങൾ ഇങ്ങനെയായിരുന്നു. പിന്നീട് തെരുവിൽ പോയിട്ട് ടൗണിൽ, ആ സിറ്റിയിലൊക്കെ വഴിയോരത്ത് കിടന്നുറങ്ങുന്ന ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ വഴിയോരത്ത് കിടക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി കിടക്കും. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും. പുരിയിലേക്ക് പോയിട്ട് വരുന്നവരെ കാണാനായിട്ട് കാത്തിരിക്കും. കാരണം അവരുടെ മുഖം, പുരിയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നവരെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആത്മീയ സന്തോഷമായിട്ട് മാസ്റ്റർ മഹാശയൻ കരുതിയിരുന്നു. അതിനുവേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിൽക്കും. പുരിയിൽ നിന്നുള്ള ആ ട്രെയിൻ വന്ന് അതിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ അവരെ കാണുക, ഇതായിരുന്നു മറ്റൊന്ന്. എന്നിട്ട് അവരിൽ നിന്ന് പ്രസാദം വാങ്ങിക്കഴിക്കും. അല്ലാതെ മറ്റു രീതിയിലുള്ള ഭക്ഷണം ഒഴിവാക്കി അവരിൽ നിന്ന് വാങ്ങുന്ന പ്രസാദം കഴിക്കും. അതിന് മാസ്റ്റർ മഹാശയൻ പറയുന്നത്, ഈ മനസ്സ് കാട്ടിൽ ഏകാന്തത്തിൽ കഴിയണം, അല്ലെങ്കിൽ മാനസികമായി നമ്മൾ കാട്ടിൽ കഴിയുന്നവരാണ് എന്ന ബോധം ഉണ്ടാകുക, അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാനസികമായി നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കുകയും അതേസമയം കുടുംബകാര്യങ്ങളെ വീണ്ടും വീണ്ടും നമ്മിലേക്ക് എടുക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ആത്മീയ സാധന വിജയിക്കില്ല എന്നാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ഒരു ഗൃഹസ്ഥാശ്രമിയുടെ എല്ലാ ഭാവങ്ങളിൽ നിന്നും പിന്മാറാൻ വേണ്ടിയാണ് ഈ ആത്മീയ സാധന ചെയ്തുകൊണ്ടിരുന്നത്. ഇളയ മകളുടെ കല്യാണം, അതായത് ഇളയ മകളുടെ കല്യാണം അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ഗംഭീരമായിട്ട് നടക്കുന്ന സന്ദർഭത്തിലാണ് മാസ്റ്റർ മഹാശയൻ കഥാമൃതം എഴുതുന്ന സമയമാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും എഴുതി പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്. നോക്കൂ, രാധാറാണി, ഇളയ മകളുടെ പേര് രാധാറാണി. രാധാറാണിയുടെ കല്യാണം നടന്ന ദിവസം, കല്യാണമെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ എല്ലാ വിശേഷങ്ങളും എല്ലാവരും പിരിഞ്ഞ് വീട്ടിലെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് രാത്രി വളരെ വൈകി നേരെ കഥാമൃത ഭവനിലേക്ക് വന്ന് മാസ്റ്റർ മഹാശയൻ ചെയ്തത് കഥാമൃതം എഴുതുകയായിരുന്നു. സ്വന്തം മകളുടെ കല്യാണം നടന്ന അന്നത്തെ ദിവസത്തെ പ്രവൃത്തി പോലും കഥാമൃതം എഴുതുക എന്നുള്ളതായിരുന്നു. ഈ തരത്തിലാണ്, ഇങ്ങനെ ഒരു ആത്മീയ സാധനയിലൂടെയാണ് മാസ്റ്റർ മഹാശയൻ്റെ പിന്നീടുള്ള ജീവിതം വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇത്രയും പവിത്രമായ ഈ ഗ്രന്ഥം, ആ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പിന്നിലുള്ള ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ജീവത്യാഗത്തിൻ്റെ ഒരു വലിയ ഫലമാണ് നമുക്കിന്ന് പുസ്തകമായി കിട്ടിയത്. അപ്പോൾ ഈ ഓരോ വരികളും ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ സ്വയം എങ്ങനെയാണ് ജീവിച്ചത് എന്നും കൂടെ ബോധ്യപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഈ വരികൾ നമ്മൾ വളരെ ഭക്തിയോടുകൂടി ഈ കഥാമൃതം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനാമൃതം വായിക്കുമ്പോൾ നമ്മൾ ഇതുകൂടെ ഭഗവാൻ ഇതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ അനുഭവിച്ച തീവ്രവേദന അതുകൂടെ നമ്മൾ ഉൾക്കൊള്ളണം. ഭഗവാനുള്ള ഭക്തി മാത്രമല്ല, ഒരു മനുഷ്യനുള്ള ഒരു എഴുത്തുകാരൻ അനുഭവിച്ച ആ ഭക്തിസാന്ദ്രമായൊരു ജീവിതത്തിലേക്ക് ആ ഭഗവാന്റെ അരുൾമൊഴികൾ നമുക്ക് തരാൻ വേണ്ടി ഒരു ജീവിതം എങ്ങനെയാണ് ഉരുക്കൊഴിക്കപ്പെട്ടത് എന്നുള്ളതും കൂടെ വലിയൊരു കാര്യമാണ്. നമുക്കിവിടെ വെച്ച് മാസ്റ്റർ മഹാശയൻ്റെ കഥ അവസാനിപ്പിക്കുക. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സർ. നമസ്തേ നമസ്തേ. जी